അപ്പോൾ നിങ്ങൾ വണ്ടി കണ്ടല്ലോ. അപ്പോൾ പല ആൾക്കാർ പല കിംവദന്തികളാണ് പറയുന്നത്. അത് ഓലയാണ്, ഏതറാണ്, പിന്നെ മറ്റോ അങ്ങനെ കണക്കില്ല. അങ്ങനെ അവനവന് തോന്നുന്ന കമ്പനീൻ്റെ പേര് പറഞ്ഞ് അങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് ഇലക്ട്രിക്കൽ വണ്ടിക്ക് മാത്രമാണോ ഇത് സംഭവിക്കുക? അല്ല, ഒരിക്കലല്ല. ഇതിപ്പോൾ മമ്പുറത്താണ്, സ്ഥലം പറയാൻ വിട്ടുപോയി, മമ്പുറത്താണ് ഇത് സംഭവിച്ചിട്ടുണ്ട്. വണ്ടി പൊട്ടിത്തെറിച്ചാന്നും അതല്ല, വണ്ടി കത്തിയതിൻ്റെ ശേഷം ബാറ്ററി ചീർത്താണ്ട് ബാറ്ററി പൊട്ടിത്തെറിച്ച, അങ്ങനെ പലതും കേൾക്കുന്നുണ്ട്. ഏതായാലും ഒരു ചെറിയൊരു ഇത് നടന്നിങ്ങനെ കണ്ട. എ സി ഒക്കെ കുറച്ച് കേട് വന്നു. പിന്നെ വണ്ടി ആ കമ്പനിക്കാരന്നെ അത് കൊണ്ടുപോയി അവർ പകരം കൊടുക്കാമെന്ന് പറഞ്ഞിങ്ങനെ. രാത്രിയാണ് സംഭവിച്ചത്. ഭാഗ്യത്തിന് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കാര്യം കഷ്ടം തന്നെ. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഒരു ഇലക്ട്രിക് വണ്ടിക്ക് മാത്രം എങ്ങനെ സംഭവിക്കൂ അതൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. നമുക്കറിയാം, ഇലക്ട്രിക്കൽ വണ്ടി ഇറങ്ങിയ ആ കാലഘട്ടത്തിൽ, തുടക്ക കാലഘട്ടത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ രണ്ട് പക്ഷങ്ങളുണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ വണ്ടീനെ അനുകൂലിക്കുന്ന പക്ഷവും എതിർക്കുന്ന പക്ഷവും. എതിർക്കുന്ന പക്ഷം പറഞ്ഞിട്ട് ഇലക്ട്രിക് വണ്ടിൻ്റെ അപകടങ്ങളൊക്കെ പ്രധാനമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൂണ്ടിക്കാട്ടുന്ന ആ തുടക്കത്തിലൊക്കെ പല കമ്പനികൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ചൂണ്ടിക്കാട്ടൽ പതിവായിരുന്നു. അപ്പോൾ നമ്മളൊരു ചോദ്യമുണ്ട്, ഇത് ഇലക്ട്രിക്കൽ വണ്ടിക്ക് മാത്രമേ ഇങ്ങനെ അപകടം സംഭവിക്കൂ? അങ്ങനെയല്ല, ഒരിക്കലും അല്ല. ഏത് വണ്ടിക്കും ഈ ഒരു ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളൊക്കെ എത്രയോ വാർത്തകളിലൊക്കെ കേട്ടാണ് നിർത്തിയിട്ടിരുന്ന ബൈക്ക് കത്തി നശിച്ചു എന്ന്. അത് പെട്രോൾ വണ്ടി, അതായത് ഇലക്ട്രിക്കൽ വണ്ടി ഇറങ്ങണ കാലഘട്ടത്തിന് മുമ്പും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇലക്ട്രിക്കൽ വണ്ടിക്ക് മാത്രമേ ഇങ്ങനെ സംഭവിക്കുന്നുള്ള പക്ഷം പരിപൂർണമായിട്ട് നമുക്ക് കൊള്ളാൻ പറ്റില്ല. എല്ലാ വണ്ടിക്കും ഇത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇലക്ട്രിക് വണ്ടിക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അത് കത്തിച്ചീമിൽ ഒന്ന് കത്തിയാൽ അതിൽ മണ്ണെണ്ണ ഒഴിച്ച് പിന്നെയും കത്തിക്കണ പരിപാടി എന്നൊരു പൊതു സ്വഭാവം നാട്ടിലുണ്ട്. മണ്ണെണ്ണ ഒഴിച്ചതിന് പുറമെ ചില ആൾക്കാർ പെട്രോളും കൂടി ഒഴിച്ചുകൊണ്ട് അതിൻ്റെ ആ സംഭവത്തെ ഇങ്ങോട്ട് വലുതാക്കി പ്രചരിപ്പിക്കും. അപ്പോൾ ഈ അപകടം നടന്ന തന്നെ അവനവന് ഇഷ്ടമുള്ള കമ്പനികളെ പേര് പറയണേ, ഇഷ്ടമുള്ള മാതിരി ഇഷ്ടമുള്ളവർ പ്രചരിപ്പിക്കണം. അപ്പോൾ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കമ്പനി നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ആ കമ്പനീൻ്റെ പേര് പറയേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല. ഏതായാലും അവനവന് ഇഷ്ടമുള്ള മാതിരി പ്രചരിപ്പിക്കുകയാണ്, പൊട്ടിത്തെറിച്ചാന്ന് പ്രചരിപ്പിക്കുകയാണ്. കിംവദന്തികൾ ഇഷ്ടം പോലെയാണ് നടക്കേണ്ടത്. ഇത് നടന്നിട്ടുണ്ട് ഇപ്പോൾ മമ്പുറം മക്കാമിൻ്റെ ഉള്ളിൽ ഒരു വീട്ടിലാണ്, രാത്രിയാണ്. പിന്നെ വേറൊരു കിംവദന്തി, കുത്തി വെച്ചപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. ഒരിക്കലുമല്ല, കുത്തി വെച്ചപ്പോഴല്ല ഇത് സംഭവിച്ചിട്ടുള്ളത്. വണ്ടി കുത്തി വെക്കാത്ത സമയത്താണ് സംഭവിച്ചത്. അപ്പോൾ വണ്ടി രാത്രി കുത്തി വെച്ച സമയത്ത് മാത്രമേ ഇത്രയും കാലം ഇങ്ങനത്തെ ഒരു അപകടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിങ്ങനെ ഒരു രൂപത്തിലുള്ള റിപ്പോർട്ട് എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഏതായാലും വീട്ടുകാർക്ക് ഇത് വണ്ടി മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കണേ. മാത്രമല്ല, ഒരു കാര്യം വ്യക്തമാണ്, ഇത് എല്ലാ വണ്ടിക്കും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. വെറും ഇലക്ട്രിക് വണ്ടിക്ക് മാത്രമല്ല, ബാറ്ററി ഒട്ടുമിക്ക വണ്ടികളിലും ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട്. കറണ്ട് വണ്ടിക്കും അല്ലാത്ത വണ്ടിക്കൊക്കെ ഉണ്ട്. പിന്നെ ആളുകൾ ഒന്ന് കിട്ടിയാൽ അതിന്മേൽ കൂടിക്കാണ്ട് പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.